1975 ജൂൺ 25 രാത്രി 12 മണിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. CPIM നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടി നിരോധിച്ചിട്ടില്ല. അപ്പം നിരോധിക്കാത്ത പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കണമല്ലോ. എന്നാൽ പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഒളിവിലും തെളിവിലുമായി പ്രവർത്തിക്കേണ്ടി വന്നു. പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്തായി. പലരും ഒളിവിൽ പോയി. കുറേ ആളുകൾ ഒളിവിലും തെളിവിലുമായി പ്രവർത്തിച്ചു. ഇതായിരുന്നു അന്ന് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു രീതി. അടിയന്തരാവസ്ഥ കാലത്താണ് ബോണസ് നിഷേധിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്. മിനിമം ബോണസ് 8.33% എന്നുള്ളത് അത് 4% കുറച്ചു. അന്ന് ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി അതിനെ പ്രതിഷേധിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ ബോണസ് നിഷേധത്തിനെതിരായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് പരസ്യമായി ധർണ നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ചുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് ആ സമരം നടത്തിയത്. ആ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് വന്നു, നിയമ നടപടികളുണ്ടായി. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു കാലമാണ്. അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്തു, അടിയന്തരാവസ്ഥക്കെതിരായി പ്രകടനം നടത്തി, പോസ്റ്റർ ഒട്ടിച്ചു എന്നെല്ലാമുള്ള പേരിൽ ഞങ്ങൾ കുറേ പാർട്ടി പ്രവർത്തകന്മാർക്കെതിരായിട്ട് കള്ളക്കേസെടുത്തു. ചക്കിട്ടപ്പാറയിൽ ഒരു പ്രകടനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. പള്ളുരുത്തി ജോസഫ്, CJ ജോൺ, R രവീന്ദ്രൻ, AK കുട്ടൻ, TP രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. PM നാരായണമാര. ഈ കേസ് കള്ളക്കേസാണ്. ഇല്ലാത്ത ഒരു സംഭവം കെട്ടിച്ചമച്ചുണ്ടാക്കി അടിയന്തരാവസ്ഥയ്ക്ക് ഭാഗമായിട്ട് CPM പ്രവർത്തകരെ പീഡിപ്പിക്കുക എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്, പോസ്റ്റർ പതിച്ചിട്ടുണ്ട്, പ്രസംഗം നടത്തിയിട്ടുണ്ട്, മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ഒതുങ്ങുന്നിട്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ കേസ് കള്ളക്കേസായിരുന്നു. ആ കേസിൻ്റെ ഭാഗമായി ചില സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത സഖാക്കളുടെ വീട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാനവിടെ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ഒരു സീനിയർ സഖാവായ PM നാരായണമാരാരെ ഞാനവിടെ പാർട്ടി ഓഫീസിലേക്ക്, പേരാമ്പ്ര പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അവിടുന്ന് കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് പേരാമ്പ്രയിലെ പോലീസ്, അവിടെ പേരാമ്പ്രയിലെ ഫാഷൻ സെൻറ്റർ എന്ന തുണി ഷോപ്പിൻ്റെ മുകളിലുള്ള മുറിയിലാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ആ ഓഫീസിലാണ് പോലീസ് വന്ന് എന്നെയും നാരായണമാരെയും ഓഫീസിൽ നിന്ന്, വേറെ സാക്കളുണ്ടായിരുന്നു അവിടെ, പക്ഷെ ഞങ്ങൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ അന്ന് ഒരു 26-27 വയസ്സെങ്ങനെ ഉള്ളൂ. പോലീസ് അറസ്റ്റ് ചെയ്ത് പേരാമ്പ്ര ലോക്കപ്പിൽ മറ്റ് സാക്കളോടൊപ്പം ഞങ്ങളെ ഇട്ടു. അത് ഫെബ്രുവരി 25. 76 ഫെബ്രുവരി 27 കായന പോലീസ് സ്റ്റേഷനാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ്, പോലീസ് ലോക്കപ്പിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ കായന പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ്, ഇപ്പോൾ ഉള്ള കൂരാച്ചുണ്ട് പഞ്ചായത്ത്. പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തിയത് നക്സലേറ്റുകാരാണ്, അത് ശരിയാണ്. അവർ തോക്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷൻ ആക്രമണം, ആളുകളെ കൊലപ്പെടുത്തുക, ഈ നിലപാടിനോട് CPMന് യോജിപ്പുണ്ടായിട്ടില്ല. അന്നും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ CPMന് ഒരു പങ്കുമില്ല. പക്ഷേ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനെ അടിസ്ഥാനമാക്കി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് CPM പ്രവർത്തകരാണ്. ആ മേഖലയിൽ ഇടിവണ്ടികളുടെ ഈ കുതിച്ചോട്ടം തന്നെയായിരുന്നു. റോഡുകളിലൂടെയൊക്കെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. കാണുന്ന കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്യുക, കക്കയം ക്യാമ്പിൽ കൊണ്ടുപോവുക, മർദ്ദിക്കുക, ഇങ്ങനെയൊരു നിലയാണ് എടുക്കുന്നത്. 25-ാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ട ഞങ്ങളെ 27 നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെടുത്തി കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക. അതാണ് സംഭവിച്ചത്.
പേരാമ്പ്ര ലോക്കപ്പിൽ നിന്ന് ഞങ്ങളെ ഈ സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കായണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അവിടെ ചെന്നപ്പം ഒരു ദിവസമാണ് അവിടെ കഴിഞ്ഞത്. പക്ഷേ അതൊരു ഒരു ഒരു ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നൊരു രാത്രിയായിരുന്നത്. ഈ പോലീസുകാർ അവർക്ക് വേണ്ടി കോഴീനൊക്കെ പിടിച്ചിടും ഇതിനകത്ത്. അപ്പോൾ ഈ കോഴീൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു തരം പേനുണ്ട്. അത് സാധാരണ നിലയിൽ കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് അനുഭവം ഉണ്ടാകുന്നതാണ്. ഇത് ശരീരത്തിന് അരിച്ച് കയറി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഉറങ്ങാൻ കഴിയില്ല. ഇതിങ്ങനെ അരിച്ച് കയറി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതായിരുന്നു അവിടെ ഉണ്ടായൊരു സംഭവം. വളരെ വൃത്തികെട്ട ഒരു ലോക്കപ്പ് മുറി. അവിടെയാണ് ഞങ്ങളെ പിടിച്ചു കൊണ്ടിടുന്നത്. പിന്നെ അവിടെ നിന്ന് പിറ്റേ ദിവസം കക്കയം ക്യാമ്പിലേക്ക് മാറ്റി.